തിങ്കൾ മുതൽ ശനി വരെ പണിക്ക് പറ്റി നമുക്ക് ആകെ കിട്ടുന്ന ഒരു ഒഴിവ് ദിവസം ഞായറാഴ്ച. പക്ഷെ ഈ ഞായറാഴ്ച എനിക്ക് ഒഴിവില്ല. കാരണം ഇന്ന് നമ്മളെ ചെക്കനെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കണം. അവൻ്റെ 2 മാസത്തെ ലീവ് വേണ്ടിയിട്ട് അവൻ തിരിച്ച് ദുബായിക്ക് പോവാണ്. കൃത്യം 7 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാ. എന്നോട് 2-3 പ്രാവശ്യം എടുത്ത് പറഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല, അവൻ്റെ കൂടെ പോകേണ്ടത് ഞാനാണ്. പണ്ടെപ്പോഴോ ഒരു ടൂർ പോയപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ വൈകിയതിൻ്റെ പേരിൽ കൂട്ടത്തിലെ നേരം വൈകി ഞാനാണ്. അപ്പം അങ്ങനെ നേരം വൈകാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം കുളിച്ച് റെഡി ആയിട്ട് കൃത്യം 7 മണിക്ക് അവൻ്റെ വീട്ടിലോട്ട് വന്നിട്ടാ. ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായത് എന്നേക്കാളും മുമ്പ് എല്ലാവരോടും എത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ 7 മണി ജീവിതത്തിൽ കാണാത്ത ആശിൻ്റെ ഇതേ പാലും പിടിച്ചു. ആശയില്ലാത്തൊരു കലാപരിപാടി ഞങ്ങളുടെ നാട്ടിലില്ലട്ടാ. അതിനി പെട്ടിയെട്ടലാണെങ്കിൽ പെട്ടിയെട്ടൽ, എന്തിനും ആശി റെഡിയാണ്. കെട്ടി വെട്ടി വണ്ടി വെച്ച് നിൽക്കുമ്പോൾ ആശി വന്ന് ചോദിച്ചത് എല്ലാം ഓക്കെ അല്ലേ, ഒരു പെട്ടി കൂടി വെക്കാനുണ്ട്, അത് മറക്കാണ്ട് എടുത്ത് വണ്ടി വെക്കാൻ പറഞ്ഞപ്പോൾ ആശി എടുത്ത് വണ്ടി വെച്ച്. ഇപ്രാവശ്യത്തെ പൂക്ക് അവനക്ക് വളരെ സങ്കടമുള്ളൊരു പൂക്കാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അവൻ്റെ മോനെ വിട്ട് പിരിയാനുള്ളൊരു സങ്കടം. അതവൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണ്ടായിരുന്നു. അവനെ വിട്ട് പിരിയണം ഏറ്റവും വലിയ ദുഃഖം. അങ്ങനെ അവൻ്റെ വാപ്പാനെയും കെട്ടിപ്പിടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് റാഷി വണ്ടി കയറി. കുറച്ചങ്ങോട്ട് പോയപ്പോൾ തുടങ്ങി എനിക്ക് വിശപ്പ്. വിശന്നാൽ പിന്നെ വണ്ടിയിലിരിക്കൽ ഒരു നിലക്കും നടക്കില്ല. അങ്ങനെ എന്നെക്കൊണ്ട് സ്വയമില്ലാണ്ട് ചെറിയൊരു ചായക്കടയിൽ ചായ കുടിക്കാൻ നിർത്തിയ കട എന്ന് വെച്ചാൽ കഴിക്കാനൊന്നുമില്ല, ആകെയുള്ളത് കേക്ക്. അങ്ങനെ ആ കേക്ക് നിന്നിട്ട് ഞങ്ങൾ എയർപോർട്ടിലോട്ട് യാത്ര തുടർന്നു. എയർപോർട്ടിലോട്ടേക്ക് കയറിയപ്പോൾ ചെക്കൻ വീണ്ടും സൈലന്റ് മോഡായി. എന്തായാലും പോയല്ലേ പറ്റൂന്ന് പറഞ്ഞിട്ട് ചെക്കൻ ദുബായിക്കും ഞങ്ങൾ വീട്ടിലേക്കും തിരിച്ചു പോകും. പോണ വഴിക്ക് ആര്യാസ് കണ്ടപ്പോൾ ഞങ്ങൾ 3 ആൾക്ക് ഒരുപോലെ നേരെ ആര്യാസിൽ കയറിയിട്ട് 3 മസാല ദോശ അങ്ങോട്ട് ഓർഡർ ചെയ്തു. പൊറോട്ടയും ചിക്കനും കിട്ടാത്തതിൻ്റെ ചിരിയും ടസ്സിന് വെച്ചിരിക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് റാഷി അറിയാം അവനെ കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങൾ പാട്ടും പാടി തുള്ളിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയെന്നുള്ളത്. വീട്ടിലേക്ക് എത്തിയപ്പോണ്ട് വാതുക്കതേ ഉമ്മ ഒരു കിറ്റായിട്ട് നിൽക്കണം. വീട്ടിൽ സോളാർ വെച്ചേ പിന്നെ പണ്ടങ്ങാണ്ട് വാപ്പ ഗൾഫിൽ നിന്ന് കൊണ്ട നീ കെറ്റിലായിട്ട് ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണ്ട. ഇനി ഇത് വർക്ക് വെച്ചിട്ട് ഇതിൽ ചായ വെച്ച് കുടിക്കലാണ് എൻ്റെ ഉമ്മയുടെ ലക്ഷ്യം. നേരെ വണ്ടി എടുത്ത് കെറ്റിൽ ശരിയാക്കുന്ന മുമ്പ് ഈ കൂട്ടത്തിൽ മുടിയും പെട്ടണം. മഴ പെയ്താലില്ലെങ്കിലും മീൻ പിടുത്തം കഴിഞ്ഞ കോഴിക്കാർക്ക് മുടി വെട്ടി തരുമെന്ന് പറഞ്ഞാൽ അഭിലാഷിന്റെ ദേ വെറുതെരിക്കും. മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ ഗ്രൂപ്പിലിട്ടപ്പോൾ ദേ വന്നേക്കുന്ന 2 ജീവിതത്തിൽ ആദ്യമായിട്ട് ബാഗി ജീൻസ് ഇട്ട് എൻ്റെ തള്ളിട്ട സിറാജ് അവിടെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. തള്ളി ഇട്ടിട്ട് അഭിലാഷിന് വരെ സഹിക്കാൻ പറ്റിയില്ല. മുടിയും വെട്ടി കുളിച്ച് റെഡിയായിട്ട് നേരെ പെണ്ണും വീട്ടിൽ പോയി. അവിടെയാണ് ഇന്ന് ഉച്ചഭക്ഷണം. ഇതിന് എൻ്റെ മൂത്ത മോള് നെയ്യില്ല. വണ്ടിയുടെ സൗണ്ട് ഇട്ടോടി 2ാമത്തെ ആളും പാഞ്ഞെത്തിയിട്ട. ഇവളാണ് ലൈബ. ഇവൾക്ക് മാങ്ങാന്ന് പറഞ്ഞ ജീവനാണ്. അതിൻ്റെ കോലം മൂത്ത് കാണുന്നുണ്ട്. എൻ്റെ ഭാര്യ ആയതുകൊണ്ട് പുകഴ്ത്തി പറയില്ല. ഷെയിമുണ്ടാക്കി ബിരിയാണി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇല്ല കേട്ടാ. ഉച്ചക്ക് ബിരിയാണി വെച്ചാൽ പിന്നെ ഒന്നും നോക്കാനില്ല, അതങ്ങോട്ട് വയറിറച്ച് തിന്നാൻ. ലൈബാനെ കുളിപ്പിച്ച് കൊണ്ടു തന്നിട്ട് അവൾക്കൊരു ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞ എൻ്റെ അംഗം വിട്ടിട്ട് കാണുന്നത്. ആണുങ്ങൾക്ക് പറ്റാത്തൊരു പണി ഉണ്ടെങ്കിൽ അത് ഇതുണ്ടാ ഈ കുട്ടികൾക്ക് ഉടുപ്പിട്ട് കൊടുക്കല്. ഉച്ചക്കലത്തെ ബിരിയാണി ഈറ്റം കഴിഞ്ഞിട്ട് വൈകുന്നേരം പിള്ളേരടുത്ത് പോയിട്ട് 2 വർത്താനം പറഞ്ഞപ്പോഴത്തേനും ഞായറാഴ്ച കഴിഞ്ഞു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ.